ഹായ് എല്ലാവർക്കും നമസ്കാരം. അസാനാമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നിട്ടൊരു ചിരിക്കട കേട്ടോ. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്തോ ഓക്കെ, ഞാനൊരു യാത്രയിലാണ്, ഞാനൊരു വഴി പോവാണ്. വേറൊരിടത്തേക്കുമല്ല, ഹോസ്പിറ്റലിലേക്കാണ്. ഒരുപാട് നാളായിട്ട് നമ്മുടെ കൈവേദന കൊണ്ട് നടക്കുമല്ലേ, കുറെ കാലങ്ങളായി ഈ വേദന തുടങ്ങിയിട്ട്. പക്ഷേ വേദനയ്ക്കുന്നവരെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല. ഇംഗ്ലീഷ് മരുന്നുകൾ മാറി മാറി പ്രയോഗിച്ചു, ആയുർവേദം പ്രയോഗിച്ചു. ലാസ്റ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ആയുർവേദത്തിലാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും ഒരു രക്ഷയും തരുന്നില്ല. ഇതൊക്കെ കൂടുതൽ ഈ സംഭവം വഷളാക്കുന്നതല്ലാതെ നേരായ വഴിയിലേക്ക് പോകുന്നില്ല. കാരണം വഷളാക്കുക എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഈ ചെയ്യുന്ന അത് കണ്ടിന്യൂ ചെയ്തുകൂടെ എന്നിരിക്കും. പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അതിനേക്കാളും അപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ കാരണം ഈ ആയുർവേദത്തിൽ പോയി രണ്ടിടത്ത് ഇപ്പം അവസാനം പോയി. നമ്മുടെ ഇടുക്കിയിലൊരു ആയുർവേദം പറയാൻ വേണ്ട, അതിന്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം അവരൊക്കെ ഇല്ലാതായി പോകും അത് പറയാൻ പോയി കഴിഞ്ഞാൽ. കാരണം അത്രയ്ക്കും ഒരു മോശമായ പരിപാടി കാണിച്ചു. കയ്യെ പിടിച്ച് തിരിച്ച് തിരുമാൻ പാടില്ലാത്തത് തിരുമി കുളവാക്കി. ഞാൻ തിരുമരുതെന്ന് പറഞ്ഞാൽ തിരുമി കുളവാക്കി. ഭയങ്കരമായ വേദനയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പൊ രാത്രികളിൽ കിടന്നുറങ്ങാൻ പോലും മേലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം എറണാകുളത്തല്ല, കോട്ടയത്തിനാണ് നമ്മൾ പോകുന്നത്. കോട്ടയം കാരിത്താസിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരാൾ അവിടെ പോയി കണ്ട ഒരു എക്സ്പീരിയൻസ് ആയിട്ടൊരു ഡോക്ടറെ നമുക്കറിയാം. കാരണം നമ്മുടെ ഒരു പാപ്പന് ആക്സിഡന്റ് ആയിട്ട് നാശമായി പോയിരുന്നു. എന്നിട്ട് അത് സെറ്റാക്കിക്കൊണ്ട് വന്ന ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടറെ നമ്മൾ ഇത് റെഡിയാകുമെന്നൊരു വിശ്വാസത്തിൽ നമ്മൾ പോയി കാണുവാണ്. അത്രയും പറ്റാതെ കിടന്ന ആള് റെഡിയായി. അപ്പൊ നമുക്കൊരു വിശ്വാസം നമുക്ക് റെഡി ആകുമെന്ന്. അതെ, ആ ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ പോവുകയാണ്. ഇന്നിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇന്നിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി തൊടുപുഴ നമ്മുടെ ഒരു പപ്പയുടെ അനിയന്റെ വീടുണ്ട്. അപ്പൊ അവിടെ പോയി താമസിച്ചിട്ട് അവിടുന്ന് നാളെ ആയിരിക്കും പോയി ഡോക്ടറെ കാണുന്നത്. അപ്പൊ ഇന്ന് ഇവിടുന്ന് പോകുന്ന ഇവരെ ആരെയും കൂട്ടാതെയാണ്. ആശുപത്രിയിൽ ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ തന്നെ പോകുന്നത്, അല്ലേ? അല്ലേ, എല്ലായ്പ്പോഴും ഇവരാരെങ്കിലും എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഈ പ്രാവശ്യം ഇവരാരും ഇല്ല. അപ്പോ ഇനി അടുത്ത ടാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണാതെ കണ്ണുവെട്ടിച്ച് ഇറങ്ങുക എന്നുള്ളതാണ്, അല്ലേ? രണ്ടുപേരെ കണ്ണു വെട്ടിച്ചിറങ്ങണം, അല്ലെങ്കിൽ പുറകെ ചാടും. ഞാനും വരുന്നു പറഞ്ഞോണ്ട് അരി എടുക്കാൻ വേണ്ടി പോവാണ്. താഴെയാണ് അരി വെച്ചിരിക്കുന്ന സ്ഥലം കറക്റ്റ് അറിയാം. അല്ല പാത്രം എടുക്കാനാ. എന്തോ പാത്രം എടുക്കാനാ. അമ്മാമ്മ ചോറുണ്ടാക്കട്ടെ. ചോറുണ്ടാക്കിക്ക്. അമ്മാമ്മ ചോറ്. അപ്പൊ അമ്മാമ്മ ചോറുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുക. എനിക്ക് ഉമ്മ തരാമോ? ഓ, നക്കി കെട്ടി കേട്ടോ. അപ്പൊ ചുമ്മാ എന്റെ അമ്മോ, സർവ പാത്രം എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്നിവിടെ കഞ്ഞിയും കറി വെച്ച്. ഇവിടെ ഒരു ലോഡ് കളിപ്പാട്ടം ഉണ്ടെങ്കിലും അവർക്ക് അതൊന്നും വേണ്ട. അടുക്കളയിൽ ഇരിക്കുന്ന പാത്രങ്ങൾ മാത്രം മതി കളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ. നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് കാത്തിരിക്കാനാണ് ഞങ്ങൾ കേട്ടോ. ഇലക്ഷന്റെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവും നമുക്കുണ്ട്. ഞങ്ങള് കണ്ടെന്നിട്ട് കാത്തിരിപ്പ് തീരുന്നു. അന്വേഷിച്ച് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഒന്ന് വീണ് കേട്ടോ. അവളുടെ ചുണ്ട് പൊട്ടി. നമ്മുടെ പുറകിലായിരുന്നു. അവൾ പാത്രത്തെ പോയി കിരി പൊട്ടി കേട്ടോ. അന്വേഷേ, നീ നോക്കി അന്നൂട്ടി. ഓ, കാണിക്കുന്നില്ല കേട്ടോ. മുഖമുണ്ട്, ചോര ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് കാണിക്കുന്നില്ല. തുളച്ച് കാണുന്നാലും ചോര വരുന്നുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയതിൻ്റെ വിശേഷമൊക്കെ വീട്ടിൽ ചെന്ന് പറയാം. പിന്നെ വീട്ടിലെത്തിയിട്ടില്ല. കോട്ടയത്ത് വീണ്ടും തൊടുപുഴ തന്നെ. ഇത് രണ്ടാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസത്തെ വീഡിയോ എടുത്തില്ല കേട്ടോ. കോട്ടയത്ത് പോയതിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പോൾ തൊടുപുഴ പപ്പായുടെ അനിയൻ്റെ വീട്ടിലാണ്. അപ്പോൾ നാളെ വീട്ടിലെത്തിയതിന് ശേഷം മക്കളെയൊക്കെ കണ്ടിട്ട് അവരൊക്കെ കൂടി ഇരുന്ന് എന്താണ് ഡോക്ടർ പറഞ്ഞത് വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ ചെറുതോണി കാട്ടിക്കൂടെയാണ് കേട്ടോ നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ രസം കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് തോന്നി. ആ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മുടെ വിശേഷങ്ങളും പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതോണിയിലേക്ക് എത്താറാവുന്നു. കാടൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല, കാരണം എല്ലാം ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം നിലവിൽ നമ്മൾ 5-6 എന്താ പറയുക ഹോസ്പിറ്റലുകളിലൂടെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെയ്യാനുള്ളത് എല്ലാ ട്രീറ്റ്മെൻറ്റും ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇഞ്ചുറിക്ക് ഇനി ഇതിനപ്പുറത്തേക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനില്ല. ഇനി കൂടിപ്പോയാൽ ഒരു ഫിസിയോതെറാപ്പി അതേ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇതല്ല ഈ ഇഞ്ചുറി ഉണ്ടാകാനുള്ള കാരണം വേറെ എന്തെങ്കിലും ആണോ എന്നിനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണ ഈ രീതിയിലൊരു ഇഞ്ചുറി ഒരാൾക്കുണ്ടായാൽ മാക്സിമം
2 വീക്ക് അതിനിപ്പുറം അത് ആ ഇഞ്ചുറി റെഡി ആവേണ്ടതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, 4 വർഷത്തോളം ആവുന്നു. അപ്പോൾ അതങ്ങനെ റെഡി ആവാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇനി അതിന് കാരണം വേറെ ഉണ്ടോ എന്ന് കണ്ടെത്തണം. അപ്പോൾ തൽക്കാലം ഒരു ഫിസിയോതെറാപ്പിയാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തത്. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക്, അതും ഒരു ഡോക്ടർ തന്നെയാണ്, ഈ ഡോക്ടറുടെ നേതൃത്വത്തിൽ നേരിട്ട് ഈ ഡോക്ടറിൻ്റെ ഇതിൽ തന്നെ വിളിച്ച് സംസാരിച്ച് അവർ നേരിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിസിയോതെറാപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ദിവസം ഫിസിയോതെറാപ്പി അവിടെ നിന്ന് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ചെറുതോണി എത്തുന്നുണ്ട്. ചെറുതോണി ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ വാതിക്കലേക്ക് നമ്മൾ എത്തുകയാണ് കേട്ടോ. ഇതാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ സൈഡിൽ വണ്ടി ഇരുന്നുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ. അവിടുത്തെ ഡോക്ടർ കുര്യൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു ഡോക്ടറെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ പോയി. ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടറോട് കൂടിയാണ് പുള്ളിക്കാരത്തി, ഒരു ലേഡിയാണ്. അപ്പോൾ അവർ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനൊരു എന്താ പറയുക, ഒരു ഇഞ്ചുറി, ഈ സ്കാനിങ് നോക്കിയിട്ട്, റിപ്പോർട്ട് നോക്കിയിട്ട് ഇങ്ങനൊരു ഇഞ്ചുറി സംഭവിക്കുന്ന ഒരാൾക്ക് ഈ പ്രായത്തിൽ മാക്സിമം ഒരു 2 ആഴ്ചക്കുള്ളിൽ അത് ഹീലാവേണ്ടതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് എന്തുകൊണ്ടാകുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ഒരു ഫിസിയോതെറാപ്പി ഇവിടെ നിന്നുകൊണ്ട് ഒരു 5 ദിവസം നമുക്ക് കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കാം. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് 100% ശരിയാവുന്ന ഒരു രീതിയിൽ അവർ പറയുന്നില്ല. നമുക്കൊരു പരീക്ഷണം, എന്തായാലും ഇത്രയും ചെയ്തില്ലേ, ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഒരാഴ്ച കഴിയുമ്പം നമ്മുടെ സൗകര്യം നോക്കി എല്ലാം ക്രമീകരിച്ചിട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇടുക്കി ചെറുതോണി ഇതുവരെ കാണാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ കാണിക്കാനായിട്ട് ജസ്റ്റ് ചെറുതോണിയുടെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇടുക്കി ഡാം തുറന്ന് വിട്ടപ്പം എന്താ പറയുക, തകർന്നു പോയ പാലം ഇരുന്ന ആ ഭാഗമൊക്കെ ഇപ്പം ഏതവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് കാണണ്ടേ. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ചെറിയൊരു വീഡിയോയോട് കൂടി 1 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പം താഴേക്ക് ചെല്ലുമ്പോൾ ഒരു 3ആയിട്ട് തിരിയുന്ന ഒരു ജംഗ്ഷനുണ്ട്. അവിടുന്ന് എന്താ പറയുക, അവിടുന്നാണ് ഈ പാലം ഉണ്ടായിരുന്നത് നേരത്തെ. പക്ഷേ ഇപ്പോൾ ആ പാലവും അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതൊന്നുമില്ല, എല്ലാം ഒലിച്ചു പോയി. അതിനുശേഷം പുതിയ പാലം വന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ താഴത്തെ ജംഗ്ഷൻ. 3 കൂടുന്ന ഒരു ജംഗ്ഷനാണ്. ഒന്ന് കട്ടപ്പനയ്ക്ക് കിടക്കുന്ന വഴിയാണ്, ഒന്ന് എറണാകുളത്തിന് മുതൽ ഇടത്തോട്ട് ഇപ്പോൾ നമ്മൾ തിരിയുന്നത് എറണാകുളം റൂട്ടിലാണ് തിരിയുന്നത്. എറണാകുളം റൂട്ടിൽ നമ്മൾ കുറേ വന്നതിന് ശേഷം ഒരു എത്രയാണ്, ഒരു 6-7 കിലോമീറ്റർ വന്നിട്ട് നമ്മൾ തിരിഞ്ഞാണ് നമ്മൾ തോപ്രാംകുടിക്ക് പോരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുതോണിയുടെയും നമ്മൾ പോയ യാത്രയുടെയും വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന് വിശ്വസിക്കുന്നു. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. പിന്നെ ഒരു വിശേഷം എടുത്ത് പറയാനുള്ളത്, നമ്മുടെ പെട്രോളിൻ്റെ വില കൂടി കേട്ടോ. അതേണ്ട 110 ആയി, ഇവിടെ 110 രൂപ 11 പൈസ. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.